കേരളത്തിൻ്റെ ദേശീയ വസ്ത്രമായ സെറ്റുമുണ്ടും ഞാനും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ടാണ് ഈ റീലിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാര്യം ഞാനൊരു 916 മലയാളിയാണെങ്കിലും പെട്ടെന്നൊരു സെറ്റുമുണ്ട് ഉടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വായം പൊളിച്ച് നോക്കിയിരിക്കും. എനിക്കത് അത്ര വശമുള്ള പരിപാടിയല്ല. അപ്പോൾ സെറ്റുമുണ്ട് എടുക്കാൻ അറിയാത്ത ഞാൻ എന്തിനാണ് ഈ കണ്ട സെറ്റുമുണ്ട് മുഴുവൻ വാങ്ങിച്ച് കൂട്ടിയെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ദ റീസൺ ഇസ് ഞാൻ ചെണ്ട വായിക്കാറുണ്ട്. ചെണ്ട വായിക്കാൻ പോകാൻ നേരം എൻ്റെ ടീമിൻ്റെ പ്രിഫേർഡ് കോസ്റ്റ്യൂമാണ് സെറ്റുമുണ്ട്. ഇൻ അതർ വേർഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉടുക്കാതെ എനിക്ക് നിവൃത്തിയില്ല. ഈ കഴിഞ്ഞ ഓണക്കാലത്തിന് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറച്ചധികം പേര് എനിക്ക് സെറ്റുമുണ്ട് ഗിഫ്റ്റ് ചെയ്തു. ആൻഡ് ഈ വരുന്ന അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഈ സെറ്റുമുണ്ടൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് കയറി കൊടുക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനിതെല്ലാം പ്ലീറ്റ് ചെയ്ത് സ്റ്റീം അയൺ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് ഷെൽഫിൽ ഹാങ് ചെയ്ത് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ പ്രോഗ്രാമിന് ഒരു 5 മിനിറ്റ് മുന്നേ ഇതങ്ങ് ചുമ്മാ സ്റ്റിക്ക് ചെയ്യണ പോലെ വാരി അങ്ങ് കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങി ഓടാം. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇല്ല. സെറ്റുമുണ്ട് കൊടുത്ത് ശീലമുള്ള ആൾക്കാർക്കൊന്നും ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. പക്ഷെ എൻ്റെ കേസിൽ ചെണ്ട എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് എടുത്ത് പിടിച്ചുകൊണ്ട് നടന്ന് വായിക്കുമ്പോൾ സെറ്റും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയോ നീറ്റാണോ വയറ് കാണുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചെണ്ടയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 സെറ്റും കൊണ്ട് ഓൾറെഡി പ്ലീറ്റ് ചെയ്ത് പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് സ്റ്റീം അയൺ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. കുറച്ച് അധ്വാനമുള്ള പണിയാണെങ്കിലും ഐ ഹൈലി റെക്കമെൻഡ് ഡൂയിങ് ദിസ്. കാരണം 5 മിനിറ്റിൽ കൊടുത്താലും സംഭവം നല്ല നീറ്റായിട്ട് നിന്നോളും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പുതിയ സെറ്റുമുണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കണേ. ഒരു തവണ വാഷ് ചെയ്തിട്ടുള്ള സെറ്റുമുണ്ടാണെങ്കിൽ അതൊന്ന് സ്റ്റാർച്ചിലോ സ്റ്റിഫൈൻ ഷൈൻ പോലത്തെ ഏതെങ്കിലും പ്രോഡക്റ്റിലോ മുക്കി കഴിഞ്ഞാൽ പ്ലീറ്റ് നല്ല ക്ലീൻ ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അടുത്ത റീലിൽ കാണാം ഗൈസ്. ആദാബ്, നമസ്തേ, ബൈ.